അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബുറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിൻ്റെ ചാപ്റ്റർ 1നെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. സാസുകെ ബുറൂട്ടോയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സറാഡ ബുറൂട്ടോയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. ഈ കാലയളവിൽ ഷിക്കമാറു ഹൊക്കാഗെയായി വന്നപ്പോൾ അവനും ബുറൂട്ടോ തെറ്റുകാരനാണെന്ന് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിക്കമാറു സറാഡയ്ക്ക് ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു. ഇനിയും സറാഡ ബുറൂട്ടോയുടെ കാര്യത്തിൽ തലയിട്ടാൽ ഭാവിയിൽ ഹൊക്കാഗെയാകാൻ സാധിക്കില്ല എന്ന്. ഇതിന് മറുപടിയായി സറാഡ പറഞ്ഞത് നറൂട്ടോ ഒരു ഗെനിയനായിരുന്നു എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നും അറിയിച്ചു. ഒരു ഗെനിയനായ നറൂട്ടോ ഹൊക്കാഗെയായില്ലേ, അയാളാണ് എൻ്റെ റോൾ മോഡൽ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തുപോയി. ഇതിനിടയിൽ കവാക്കി നറൂട്ടോയും ഹിനാട്ടയും കാണാൻ ഡൈക്കബുട്ടൻ്റെ ഡയമെൻഷനിൽ എത്തിയിരുന്നു. ഹൊക്കാഗെ മാൻഷനിൽ നിന്ന് പുറത്തിറങ്ങിയ സറാഡയും സുമൈറയും പോകും വഴി അവർക്ക് മാത്രം എന്താണ് ഒമിനിപൊട്ടൻസ് ഏൽക്കാത്തത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ ഗെഞ്ചുസുവിൻ്റെ ആദ്യകാലത്ത് ആളുകൾ ഈ ഗെഞ്ചുസിൻ്റെ സ്വാധീനം തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. വർഷങ്ങൾ കഴിയുന്നതോടെ ആളുകൾ പൂർണ്ണമായും ഈ ഗെഞ്ചുസിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ കാര്യം സംസാരിച്ച് ഇരുവരും എയ്ഡയുടെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് സറാഡയും സുമീറയും ഡെയ്മന് സംശയമില്ലാത്തതുപോലെയാണ് എയ്ഡയോട് സംസാരിച്ചത്. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും എയ്ഡയുടെ സൗന്ദര്യത്തിൽ അകപ്പെട്ടില്ല എന്ന് ഡെയ്മൻ കണ്ടെത്തിയാൽ ഇവരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. സറാഡ ഈഡയോട് ഒമിനിപൊട്ടൻസിനെ റിവേഴ്സ് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചതും അതിനുള്ള വഴിയൊന്നും ഈഡയ്ക്ക് അറിയില്ലായിരുന്നു. ഇതേ സമയം കവാക്കിയും മിറ്റ്സുക്കിയും ഒരു ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയാണ്. മിറ്റ്സുക്കി ഇപ്പോൾ കവാക്കിയെ ബുറൂട്ടോയുടെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് ആപത്തായ എന്തിനേയും കൊല്ലാനാണ് മിറ്റ്സുക്കി തീരുമാനിക്കുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ കോഡ് വില്ലേജിൻ്റെ ബോർഡറിൽ എത്തിയതറിഞ്ഞ കവാക്കി ഉടനെ തന്നെ അങ്ങോട്ട് പറന്നുപോയി. അടുത്ത സീനിൽ വില്ലേജിൻ്റെ മറ്റു ഭാഗത്ത് ട്രെയിൻ ചെയ്യുന്ന ഹിമവാരിയെയാണ് കാണിക്കുന്നത്. അവിടെ ചോച്ചോ ഹിമവാരി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കെ ഇനോജിനും ചികഡായും അങ്ങോട്ട് വന്ന് അവർ ഹിമവാരിയോട് എന്തിനാണ് ഇത്രയും കഠിനമായി ട്രെയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ ബുറൂട്ടോയെ സഹായിക്കാനാണ് എന്നാണ് മറുപടി പറഞ്ഞത്. വില്ലേജ് മുഴുവനും ബുറൂട്ടോ ആണ് അവളുടെ അച്ഛനെയും അമ്മയെയും കൊന്നു എന്ന് പറയുമ്പോഴും അവന് അത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഹിമവാരി വിശ്വസിക്കുന്നത്. ഷിഗഡായി വീണ്ടും നറൂട്ടോയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അവൾ തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതേ സമയം വില്ലേജിൻ്റെ ബോർഡറിലെത്തിയ കവാക്കി ലീവ് ഷിനോബിയുടെ ശരീരത്തിൽ കോഡ് വെച്ച ക്ലോ മാർക്കിലൂടെയാണ് അവൻ വില്ലേജിലേക്ക് കടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ കവാക്കി ഷിക്കമാറുവിനോട് സ്കോട്ടിന് പോയ എല്ലാ ഷിനോബികളെയും തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേക്കും കോഡ് വില്ലേജിലെ ഒരു ഷിനോബിയുടെ ക്ലോ മാർക്ക് സെറ്റ്സുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ യൂസ് ചെയ്ത് വില്ലേജിനെ ആക്രമിക്കാൻ തുടങ്ങി. ഷിക്കമാറുവും കൊനഹമാരുവും വില്ലേജിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ കവാക്കി ക്ലോ മാർക്ക് സെറ്റ്സുവിനെ നേരിടുകയാണ്. അപ്പോൾ തന്നെ വില്ലേജിൻ്റെ മറ്റൊരു ഭാഗത്ത് സറാഡയും മറ്റൊരു ക്ലോ മാർക്ക് സെറ്റ്സുവിനെ നേരിടുകയാണ്. അപ്പോഴേക്കും സറാഡയുടെ മുമ്പിൽ കോഡ് പ്രത്യക്ഷപ്പെടുകയാണ്. കോഡിനോട് എന്തിനാണ് വില്ലേജിലേക്ക് വന്നത് എന്ന് ചോദിച്ചതും താൻ ബുറൂട്ടോയെ തേടിയാണ് വന്നത് എന്ന് മറുപടി പറഞ്ഞു. ബുറൂട്ടോ വില്ലേജിലില്ല, അവൻ നാട് വിട്ടുപോയി എന്ന് കോഡിന് അറിയാമായിരുന്നു. കോഡ് കുറേ നാൾ അവനെ അന്വേഷിച്ച് നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. അതുകൊണ്ടാണ് വില്ലേജിലേക്ക് വന്ന് അവൻ്റെ സുഹൃത്തുക്കളെ ആക്രമിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ അവൻ വരും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് കോഡ് ഇവിടേക്ക് വന്നത്. അവൻ്റെ സുഹൃത്തുക്കൾ അപകടത്തിലാണെന്നറിഞ്ഞാൽ അവൻ ഉടനെ വരും എന്ന് കോഡിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കോഡ് സറാഡയെ ആക്രമിക്കാൻ ഉയർന്നപ്പോഴേക്കും പെട്ടെന്ന് ബുറൂട്ടോ ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട് കോഡിൻ്റെ മുഖത്ത് ചവിട്ടി നിന്നു. ഇതേ സമയം ഹൊക്കാഗെ മാൻഷനിൽ ബുറൂട്ടോ എത്തിയ വാർത്ത അറിഞ്ഞ ഷിക്കമാറു കോഡിനെ വേണം ആദ്യം കൈകാര്യം ചെയ്യാൻ എന്ന് ഷിനോബികളോട് പറഞ്ഞു. ഇതേ സമയം 3 കർമ്മ യൂസേഴ്സിൻ്റെയും അവരുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കി. ഈ 3 പേർക്കും 3 ഉദ്ദേശമാണുള്ളത്. കോഡിനെ ബുറൂട്ടോയെ കൊല്ലണം, എന്നിട്ട് കവാക്കിയെ ബലി കൊടുക്കണം. കവാക്കിക്ക് ഇവരെ 2 പേരെയും കൊല്ലണം. ബുറൂട്ടോയ്ക്കാണെങ്കിൽ കോഡിൽ നിന്ന് കവാക്കിയെ രക്ഷിക്കണം, കവാക്കിയെ മാറ്റിയെടുക്കണം. സോ ഇതാണ് ബുറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് ചാപ്റ്റർ 1ൻ്റെ കഥ. ഇനി ചാപ്റ്റർ 2ൻ്റെ കഥയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.